മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം വായനക്കാരിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ പതിവായി കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു എം ടിയെ അടുത്തറിഞ്ഞ അനുഭവം കൂടി മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് എം ടിയുടെ ജീവിതം രചിച്ച ഡോക്ടർ കെ ശ്രീകുമാർ. മലയാളത്തിൻ്റെ സ്വന്തം എം ടി വാസുദേവൻ നായരുടെ ജന്മദിനം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായനക്കാരിലേക്ക് എത്തിയിരിക്കുകയാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം തയ്യാറാക്കിയത് കെ ശ്രീകുമാറാണ്. കെ ശ്രീകുമാർ തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ചും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൗരവക്കാരനായ എല്ലാവർക്കും അറിയുന്ന എം ടി, അതിലും അപ്പുറത്തേക്കൊരു എം ടിയെ താങ്കൾ കണ്ടു എന്ന്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ആദ്യമൊക്കെ വളരെ മിതഭാഷിയാണ് എം ടി, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു ജീവചരിത്ര രചനയുടെ സംഭാഷണങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം 1.5 മണിക്കൂർ നേരം അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്ന സമയത്ത് ഒരുപാട് ഒരു അമിത ഭാഷിയായിട്ടുള്ള ഒരു എം ടിയാണ് എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. ഓരോ സന്ദർഭങ്ങളും, ബാല്യകാലം മുതൽ മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന കാലവും ചലച്ചിത്രകാരനായിരുന്ന കാലവും എഴുത്തുകാരനായിരുന്ന കാലവും ഒക്കെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വിടർന്ന് വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ കൗതുകത്തോടെ താല്പര്യത്തോടു കൂടി ഈ ജീവിതാനുഭവങ്ങൾ ഓരോന്നും എൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. 1.5 വർഷത്തോളം സംസാരിച്ചു. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം രോഗബാധിതനാവുന്നതും നമ്മെ വിട്ടുപോകുന്നതും. ഇന്ന് കർക്കിടകത്തിലെ ഉത്രട്ടാതി, എം ടി ഇല്ലാത്ത 92ാം പിറന്നാളാണ്. എം ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ജീവചരിത്രകാരൻ എന്നുള്ളതിൽ ഒരു വലിയ വെല്ലുവിളി അധികം ആളുകൾക്ക് അറിയാത്ത എന്തൊക്കെ നൽകാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമ്മളധികം കേട്ടറിവില്ലാത്ത എം ടി മറ്റൊരു എം ടി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് ഇതിൽ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല സംരംഭങ്ങളിൽ ഏർപ്പെട്ട് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്. എഴുത്തുരംഗത്ത്, സാഹിത്യരംഗത്ത് അദ്ദേഹം എവിടെയൊക്കെ കൈവച്ചോ അതിലൊക്കെ 100 മേനി കൊയ്ത ആളാണ്. പക്ഷേ മറ്റ് ചില സാഹസിക സംരംഭങ്ങളിൽ അദ്ദേഹം ഏറ്റെടുക്കുകയും 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെല്ലാം ഈ പുസ്തകത്തിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷവും എനിക്കുണ്ട്. എം ടി ക്ലാസിക് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഏതാ? നോവലിലാണെങ്കിൽ ഞാൻ 2ാമൂഴം തന്നെ പറയും. കാരണം ആ പുസ്തകത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ ആസ്വാദ്യതയുണ്ട്. അത് നമുക്ക് എത്രമാത്രം മഹാഭാരതം എത്ര എടുത്താലും തീരാത്ത ഒന്നാണ്. ഒരുപാട് ആളുകൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും 2ാമൂഴത്തിലെത്തുമ്പോൾ എം ടിയുടെ ഒരു വലിയ ഒരു കാലിബർ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണെന്ന് പറയും. അതേസമയം കഥയിലാണെങ്കിൽ ഞാൻ കാഴ്ചയോ ഷെർലക്കോ കൽപ്പാന്തമോ പോലുള്ള അവസാന കഥകളിലേക്കാണ് ഞാൻ പറയുക. കാരണം ആദ്യകാലത്ത് എഴുതിയ ഇരുട്ടിൻ്റെ ആത്മാവോ അല്ലെങ്കിൽ കുട്ടിയടത്തിയോ പോലുള്ള കഥകളല്ല അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എം ടി എഴുതിയത്. അത്രമേൽ സാന്ദ്രമായ, അത്രമേൽ ആഴമുള്ള, അഗാധമായ കഥകൾ എഴുതാനുള്ള ഒരു കഴിവ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സിദ്ധിച്ചത് വളരെ കാലികമായൊരു വായനക്കാരൻ കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. കഥാരംഗത്ത് വരുന്ന എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ കഥയിലും അത് മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. ഏറ്റവും അവസാനത്തെ കഥ എന്ന് പറയുന്നത് കാഴ്ചയാണ്. കാഴ്ചയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു കഥയുടെ ഒരു ആഴം കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അധികം ആരും അറിയാത്ത എം ടിയെ കൂടി പ്രേക്ഷകർക്ക് അനുഭവിക്കാനാവട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വളരെ നന്ദി. അപ്പോൾ എം ടി എന്ന മഹാരണ്ടക്ഷരം ഒരിക്കൽ കൂടി ഇതിഹാസം വായനക്കാരിലേക്ക് എത്തുകയാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.